ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ന്യൂസ് ടോക്സ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ കുറേ നാളായി ലോങ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട്. ഒന്നാമത് സത്യം പറഞ്ഞാൽ ഈ വീഡിയോ എടുക്കാൻ തന്നെ ഭയങ്കര മടിയാണ്. അതുപോലെ തന്നെ പിന്നെ നമ്മൾ സെയിലിലാണ് കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ നമ്മൾ ഒരു റീൽ ഇടുവാണെങ്കിൽ ആ റീൽ ഒരു 1000 പേര് കാണുവാണെങ്കിൽ അതിൽ നിന്ന് ഒരു സെയിലെങ്കിലും കിട്ടുക എന്ന് പറയുന്ന ഒരു വലിയൊരു കാര്യമല്ലേ. അപ്പോൾ അതിലാണ് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മേക്കിങ്ങിൻ്റെ ആ ഒരു എന്താ പറയുക, ഇതങ്ങ് ഞാനങ്ങ് വിട്ടുപോയെന്നല്ല, എടുക്കാൻ നമുക്ക് അത്രയും ടൈമില്ലായിരുന്നു. കാരണം എല്ലാ കസ്റ്റമേഴ്സും എല്ലാവർക്കും പെട്ടെന്ന് സാധനങ്ങൾ പേയ്മെൻറ്റ് ഇട്ട ഉടനെ പെട്ടെന്ന് സാധനങ്ങൾ വേണം. അപ്പോൾ അതിൻ്റെ ആ ഒരു തിരക്കിലായിരുന്നു. ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞത് ഫ്രീ ആയി വന്നത്. പിന്നെ എൻ്റെ ഒരു എക്സാം കൂടെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ തിരക്കിലായപ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു കാര്യം അങ്ങ് വിട്ടുപോയി. ഇനി മുതൽ കുറച്ച് ഒരു ടൈമൊക്കെ വെച്ചിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാനാണ് നോക്കുന്നത്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ചാനലിൻ്റെയൊക്കെ മെയിനായിട്ടുള്ള ഡ്രോബാക്ക് എന്ന് പറഞ്ഞേക്കുന്നത് നമ്മളൊരു ഷെഡ്യൂൾ ക്രിയേറ്റ് ചെയ്യാതിരുന്ന വീഡിയോസ്. ഞാനൊക്കെ സത്യം പറഞ്ഞാൽ ഇത്രയും നാളും ഏകദേശം എനിക്ക് തോന്നുന്നു ഇപ്പോൾ 2000-ലധികം വീഡിയോസ് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എനിക്കിപ്പോഴാണ് എൻ്റെ ചാനലിൻ്റെ ആ ഒരു ഗ്രോത്ത് എന്തുകൊണ്ടാണ് നടക്കാത്തതെന്നുള്ളത് ഞാൻ കുറേ റിസർച്ച് ചെയ്തു. അങ്ങനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ചാനൽ ഗ്രോ ആവാത്തതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞേക്കുന്നത് നമ്മൾ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാത്തതുകൊണ്ടാണെന്നുള്ളത്. പിന്നെ ഒരു സ്റ്റേബിൾ എൻവയോൺമെൻറ്റ് നമ്മൾ കീപ്പ് ചെയ്യാത്തത് കൊണ്ടാണ്, ആ ഒരു സബ്സ്ക്രൈബർ എൻവയോൺമെൻറ്റ് നമ്മൾ കീപ്പ് ചെയ്യാത്തതുകൊണ്ടാണ് നമ്മുടെ ചാനൽ ഗ്രോ ആവാതെ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പം നമ്മളെക്കൂടെ പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ വീഡിയോസൊക്കെ ആ ഒരു സമയത്ത് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ പുതുതായിട്ട് അതിൽ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. ഒരുപാട് പേര് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടാക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കാണിച്ച മണ്ടത്തരങ്ങളൊക്കെ വെച്ചിട്ടുള്ളൊരു വീഡിയോസൊക്കെ ഞാൻ നാളെയോ മറ്റന്നാളോ ആയിട്ട് ഞാൻ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റി കൂടി വരുത്താനുണ്ട്. അപ്പം അങ്ങനെ പുതിയൊരു വീഡിയോ എടുത്തിട്ട് ഞാനത് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞേക്കുന്നത് ഇയർ കഫ് അല്ല, നമ്മുടെ ഇയർ കഫിൻ്റെ ഒരു മേക്കിംഗ് വീഡിയോ. ബുഗഡി എന്നൊക്കെ പറയുമ്പോഴത്തെ ഇൻസ്റ്റഗ്രാമിൽ ഭയങ്കര ട്രെൻഡിങ് ആണ്. ബുഗഡി എന്നൊക്കെ പറയും. ബുഗഡി നമ്മൾ കാതയിൽ ഇങ്ങനെ ഇടത്തില്ലതാണ്ട്, ഈ സംഭവമാണ് കാതയിൽ ഇങ്ങനെ ഇടുന്ന ഈ സംഭവത്തിൻ്റെ പേരാണ് ഇയർ കഫ് എന്നൊക്കെയാണ് ഇതിന് പറയുന്നത്. വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഞാൻ കേട്ടിട്ടുള്ള ബുഗഡി ഇയർ കഫ്, ബുഗഡി എന്നാന്ന് പറയുന്നതെന്ന് തോന്നുന്നു. ഞാൻ അങ്ങനെയാണ് പ്രൊണൗൺസ് ചെയ്യുന്നത്. നമ്മളെ കാതിൽ ഇങ്ങനെ പണ്ടത്തെ രാജ്ഞിമാരും ഒക്കെ ഇങ്ങനെ ഇടുന്നൊരു ടൈപ്പ് സംഭവമാണ്. അതിന് ഹാൻഡ് മെയ്ഡായിട്ടൊക്കെ ചെയ്ത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിനകത്തൊക്കെ കാണുന്നതെന്ന് വെച്ചാൽ മെഷീൻ മെയ്ഡാണ്. നമുക്കത് ഹാൻഡ് മെയ്ഡായിട്ടും കമ്പിയൊക്കെ വെച്ചിട്ട് നമുക്കത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു മേക്കിംഗ് വീഡിയോ ആണ് കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിപ്പം ഭയങ്കര ട്രെൻഡിങ് ആട്ടോ. ഇപ്പം ഓണമൊക്കെ ആകുമ്പോഴത്തേക്കും അത് ഭയങ്കര ട്രെൻഡിങ് ആണ്. അപ്പോൾ അതിൻ്റെ ഗോൾഡ് കൊണ്ട് ഞാനിപ്പോൾ അതിൻ്റെ സിൽവർ ഒരു ബ്ലാക്ക് ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ളൊരു സംഭവമാണ്, സിമ്പിളായിട്ടൊരു സംഭവമാണ് ചെയ്തിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു വീഡിയോ ആണ്. പ്രത്യേകിച്ച് ഒന്നും ജസ്റ്റ് ആ ഒരു കമ്പി, നമുക്ക് അലൂമിനിയം കമ്പി നമുക്ക് വേണം. പിന്നെ അതുപോലെ തന്നെ പശയും ബീഡ്സും മാത്രം മതി ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. മെഷീൻ മെയ്ഡ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒന്നാമത് സോൾഡറിങ് അറിഞ്ഞിരിക്കണം. സോൾഡറിങ് എനിക്കറിയത്തില്ല, കാരണം എനിക്ക് ചെയ്യാൻ ഭയങ്കര പേടിയാട്ടോ സോൾഡറിങ്. കൈ പൊള്ളിയാലോ. അതിൻ്റെ ടൂൾസൊക്കെ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. പക്ഷേ ചെയ്യാൻ ഇച്ചിരി എനിക്ക് പേടിയാണ്. കാരണം ഞാൻ ഒന്ന് ചെയ്ത് നോക്കിയപ്പോൾ തന്നെ കൈ പൊള്ളാനുള്ള ചാൻസുകളൊക്കെ ഞാൻ കാണുന്നുണ്ട്. അത്ര റിസ്ക് എടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ സോൾഡറിങ്ങിലോട്ട് അത്രയ്ക്ക്, അപ്പോൾ ആ സോൾഡറിങ് അറിഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്ക് ഇയറിങ്ങിൻ്റെ ബാക്കിൽ വെക്കുന്ന ആ ഒരു സ്റ്റഡ് ബേസുകളൊക്കെ അങ്ങനെ നമുക്ക് ഫിറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ നല്ലൊരു പശ യൂസ് ചെയ്യുവാണെങ്കിൽ അതുപോലെ തന്നെ ഫിറ്റ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ആ പശയുടെ ഞാൻ ഉപയോഗിക്കുന്ന പശയുടെ നെയിമൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പം നമ്മൾ ഈ ഒരു ഇയർ കഫിൻ്റെ ഇതിപ്പോൾ ഒരു ഓക്സിഡൈസ്ഡ് ആട്ടോ. ഈ സാധനം ഞാൻ വെളിയിൽ നിന്ന് വാങ്ങിച്ചാണ്, മീഷോയിൽ ഞാൻ കണ്ട് വാങ്ങിച്ചാൽ. ഇതുപോലെ നമുക്ക് വീട്ടിലും ക്രിയേറ്റ് ചെയ്യാൻ കേട്ടോ. ഇങ്ങനത്തെ വലിയ മോതിരംസൊക്കെ നമുക്കിങ്ങനെ വീട്ടിലും ക്രിയേറ്റ് ചെയ്യാം. സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വീട്ടിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലത്തെ ഒരു ഇയറിങ്സിൻ്റെ മേക്കിംഗ് വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇങ്ങനെ ചെയ്യുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യാനും കൂടി മറക്കരുത്. ഇതിപ്പം ഞാൻ കുറേ വീഡിയോസൊക്കെ നോക്കിയായിരുന്നു എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ റെഫർ ചെയ്തിട്ടുള്ള ഒരു ഇയർ കഫാണിത്. ഇത് ഒരുപാട് പല ടൈപ്പുണ്ട്. ഈയിടയ്ക്ക് പൂർണിമേന്ദ്രയത്ത് ഇതുപോലത്തെ ഒരു ഇയർ കഫ്, വലിയൊരു ലീവ്സിൻ്റെയൊക്കെ വെച്ചിട്ടുള്ള ഇയർ കഫൊക്കെ ഇടുന്ന ഞാൻ കണ്ടായിരുന്നു. ഇപ്പോൾ രാവിലെ ആട്ടോ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ അക്കരെ ഭാഗത്തു നിന്ന് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ ടെറസിൽ ഇരുന്നിട്ടാട്ടോ. അപ്പോൾ അക്കരെയാണെങ്കിൽ ഇതുപോലൊരു മരണവണ്ടി പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മ്യൂസിക്കൊക്കെ നമുക്ക് കേൾക്കാനായിട്ട് പറ്റും. ഇപ്പോഴേ എനിക്ക് വീഡിയോ എടുക്കാനുള്ളൊരു ടൈം കിട്ടിയപ്പോൾ ഞാൻ എടുത്തതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. താല്പര്യമുള്ളവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ജ്വല്ലറിയുടെ മേക്കിംഗ് കാണാൻ അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് കൂടെ ചെയ്തേക്കാം. അറിയാവുന്നതാണെങ്കിൽ ഞാൻ വീഡിയോ ഇടാം, ഇല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലുമൊക്കെ നോക്കിയിട്ടിടാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതാണ്ട് ഈ ഒരു ഐറ്റമാണ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇത് ചിലപ്പോൾ നിങ്ങൾ ഓരോ ഇൻസ്റ്റഗ്രാം സ്റ്റോറീസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇങ്ങനത്തെ ഒരു ഇയർ കഫ് അല്ലെങ്കിൽ ഇയറിങ്ങും.
ആദ്യം നമുക്ക് വേണ്ടത് അത്യാവശ്യം കട്ടിയുള്ള കമ്പിയാണ്. ഇതൊരു അലൂമിനിയം വയറാട്ടോ, ഒരു അലൂമിനിയം കമ്പിയാണ്. പിന്നെ നമ്മൾ ബീഡ്സ് നമുക്ക് ഇഷ്ടമുള്ള ബീഡ്സ് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്ലെയറും പശയും നമ്മളിവിടെ എടുക്കുന്നുണ്ട് കേട്ടോ. പശ ഞാനിവിടെ എടുക്കുന്നതെന്ന് വെച്ചാൽ ഫെവിക്വിക്കിൻ്റെ പശയാണ് ഞാൻ ഈ കമ്മലിൻ്റെ ബാക്ക് സൈഡൊക്കെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് സ്റ്റഡ് ബേസ് വെച്ച് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. കാരണം എനിക്കതാണ് കുറച്ചുകൂടെ ഒട്ടിയിരിക്കുന്നതായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ആ ഒരു കമ്പി ആ ഒരു ലെങ്ത് നിങ്ങൾക്കാണെങ്കിൽ ഒരു നോർമൽ ലെങ്ത് എടുത്താൽ മതി. ആ ഒരു ചെവിയുടെ ആ ഒരു ലെങ്ത് നോക്കിയിട്ട് അത്രയും നിങ്ങൾ എടുത്താൽ മതി. എന്നിട്ട് ആ ഒരു ഇയറിങ്ങിൻ്റെ അതിങ്ങനെ വളച്ച് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വളച്ചിട്ട് അതിലേക്ക് ബീഡ്സ് നമ്മൾ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഒന്നെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ബീഡ് അതേപോലെ തന്നെ സ്റ്റക്ക് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് ഗിയർ ലോക്ക് യൂസ് ചെയ്യാം. ഇൻ കേസ് ഗിയറിലൊക്കെ കയറുന്നില്ലെങ്കിൽ മാത്രം നിങ്ങൾ പശ യൂസ് ചെയ്യുക. പശ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനത്തെ പശാസ് വേണം നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. മറ്റേ എനിക്ക് തോന്നുന്നു ഗ്ലൂ ഗണ്ണൊക്കെ ഒട്ടുമോ എന്ന് എനിക്കറിയത്തില്ല. എന്നിരുന്നാലും ഈ ഒരു പശയാകുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല രീതിയിൽ കുറച്ച് നാളെങ്കിലും ഇത് അതേപോലെ തന്നെ സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ ഇതിരുന്നോളും. ഫെവിക്വിക്ക് എന്നാട്ടോ സാധാരണ എല്ലാ സ്റ്റേഷനറി ഷോപ്സിലും മാർക്കറ്റിലൊക്കെ ഇത് അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇയറിങ്ങിൻ്റെ പരിപാടി എന്ന് പറഞ്ഞേക്കുന്നത്. വളരെ സിമ്പിളാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ തന്നെ പല പല ചാംസും ലോക്കറ്റ്സും ഒക്കെ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഇയറിങ് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഈ ഒരു ഇയർ കഫിൻ്റെ മേക്കിംഗ് വീഡിയോ എന്ന് പറഞ്ഞേക്കുന്നത് ഭയങ്കര സിമ്പിളാട്ടോ. പ്രത്യേകിച്ച് ഒന്നുമില്ല. ആകെ 2-3 സാധനങ്ങൾ മാത്രം മതി നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് മാത്രമല്ല, ഇതിനകത്ത് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ചാംസും അതുപോലെ തന്നെ ലോക്കറ്റ്സും ഒക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ കേട്ടോ. പിന്നെ ഹാൻഡ് മെയ്ഡ് ആയതുകൊണ്ട് അതിനനുസരിച്ച് നമ്മൾ കസ്റ്റമേഴ്സിനോട് പറഞ്ഞിട്ട് വേണം നമ്മളത് കൊടുക്കാൻ വേണ്ടി. കാരണം മെഷീൻ മെയ്ഡ് പോലല്ല ഹാൻഡ് മെയ്ഡ് എന്ന് പറയുന്നത്. അപ്പം പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസുമായിട്ട് നാളെ എനിക്ക് വീഡിയോ ഈ ഒരു ടൈമിൽ അപ്ലോഡ് ചെയ്യണമെന്നുണ്ട്. ഞാൻ കിട്ടുവാണെങ്കിൽ ഞാൻ നേരത്തെ എല്ലാം സെറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ കമ്പീസൊക്കെ നമുക്ക് ഞാനിപ്പോൾ വാങ്ങിച്ചതെന്ന് വെച്ചാൽ മോത്തിയിലും അവൈലബിൾ ആണെന്ന് തോന്നുന്നു. പണ്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഒരു തവണ അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഞാൻ വേറൊരു സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചാൽ കേട്ടോ. ഒരു സ്റ്റോറിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഇൻസ്റ്റഗ്രാമിലുള്ളൊരു സ്റ്റോറാണ്. അതിൻ്റെ പരസ്യമൊക്കെ ഞാൻ എപ്പോഴും കാണാറുണ്ട്. ഡിസൈൻ കാർട്ട് അല്ലെങ്കിൽ ബീറ്റ്സ് ആൻഡ് ഫാഷൻ എന്ന് പറഞ്ഞൊരു സ്റ്റോറുണ്ട്. അതിൽ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് ആയിട്ട് അത് കിട്ടാൻ ഇച്ചിരി ലേറ്റ് ആവും. അതേ ഉള്ളത്. എനിക്ക് തോന്നുന്നു ഔട്ട്സൈഡ് കേരളയാണ്. അത് ഓൺലൈൻ വെബ്സൈറ്റ് ഉണ്ട് കേട്ടോ അവർക്ക്. ബീറ്റ്സ് ആൻഡ് ഫാഷനും ഡിസൈൻ കാർട്ട്, ആ 2 ഇൻസ്റ്റാ പേജുകൂടെ നിങ്ങൾ ഫോളോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കുറച്ച് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ്, പലതരത്തിലുള്ള മെറ്റീരിയൽസ് നിങ്ങൾക്ക് അതിലും വില കുറച്ച് കാണാനായിട്ട് പറ്റും. പിന്നെ ഇപ്പം അത്രയേ ഉള്ളൂ. ബായ്.